ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ തൃശ്ശൂർ പുഴയ്ക്കുള്ള ഹെറിറ്റേജ് റോയൽ എൻഫീൽഡിലാണ് കേട്ടോ. പുതിയ മോഡൽ BS6 എഡിഷൻ ക്ലാസിക് 350 എത്തിയെന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. വന്നിട്ടുള്ള ഏറ്റവും വലിയ മാറ്റങ്ങളിൽ ആദ്യത്തേന്ന് പറയുന്നത് വണ്ടി ഫ്യൂൽ ഇഞ്ചക്ഷൻ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് സെൽഫ് അടിക്കുന്ന സമയത്ത് വെറുതെ കിടന്നിങ്ങനെ ആക്സിലേറ്റർ കൂട്ടേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് പ്രസ് ചെയ്യുക, സ്റ്റാർട്ട് അതിന് ശേഷം ആക്സിലേറ്റർ കൂട്ടാം. പിന്നെ സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേഷനും വന്നിട്ടുണ്ട്. ഇനി സ്റ്റാൻഡിൽ വണ്ടി സ്റ്റാർട്ടാവില്ല. കുഴപ്പമൊന്നുമില്ല കേട്ടോ. വൈബ്രേഷനിൽ ചെറിയ തരത്തിലുള്ള വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട്. മുമ്പത്തെ മോഡലിനെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് വൈബ്രേഷൻസ് കുറവാണ്. മുമ്പത്തെ മോഡലിനെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് പവറും കുറഞ്ഞ പോലെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യണത്. ഓവർടേക്കൊക്കെ ചെയ്യുന്ന സമയത്ത് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ പവറിൽ വന്നിട്ടുള്ള വ്യത്യാസം. വലിയ തരത്തിൽ ടൈറ്റൊന്നും ഗിയർ ബോക്സിൻ്റെ ഭാഗത്തുനിന്ന് ഫീൽ ചെയ്യണില്ല. പിന്നെ ക്ലച്ച് ഒന്നും കൂടെ സ്മൂത്തായിട്ടുണ്ട്. BS6 എഡീഷനിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു അപ്ഡേഷൻ ആയിരുന്നു വണ്ടിയുടെ മീറ്ററിൽ ഫ്യൂൽ ഗേജ് കൊണ്ടുവരുന്ന കാര്യം. പക്ഷേ ഈ ഒരു എഡീഷനിൽ മീറ്ററിൽ വേറെ മാറ്റങ്ങളൊന്നുമില്ല. ഇപ്പോഴും ഫ്യൂൽ ഗേജ് കൊണ്ടുവന്നിട്ടില്ല. കാർബറേറ്റർ ആറുന്ന സമയത്ത് നമുക്ക് പോകണമെങ്കിൽ റിസർവിലിട്ടിട്ട് വണ്ടി എടുക്കാമായിരുന്നു. പക്ഷേ ഇനി അത് നടക്കില്ല. അപ്പോൾ എന്തായാലും ഫ്യൂൽ ഗേജ് മീറ്ററിൽ അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകം തന്നെയാണ് ഇനി അങ്ങോട്ട്. പിന്നെ ഈ ഒരു ക്രോം കളർ നമ്മൾ 500 സീരീസിൽ മാത്രമായിരുന്നു കണ്ടുവരുന്നത്. ഇപ്പോൾ ഇത് 350ലേക്ക് വരാനുള്ള ഒരു മെയിൻ കാരണം എന്ന് വെച്ചാൽ 500 ഇനി ഉണ്ടായിരിക്കില്ല. റോയൽ എൻഫീൽഡ് 500ൻ്റെ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ നിർത്തിയെന്നാണ് പറയണത്. അതായത് ക്ലാസിക് 500, ബുള്ളറ്റ് 500, തണ്ടർബേർഡ് 500 ഒന്നും ഇനി ഉണ്ടായിരിക്കില്ല. മെയിനായിട്ട് അവരുടെ പ്രൊഡക്ഷൻ നിർത്താനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ആദ്യത്തെ കേസ് ആ ഒരു വണ്ടിക്ക് ഡിമാൻഡ് കുറവാണ്, സെയിലും കാര്യങ്ങളൊക്കെ കുറവാണ്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് BS6 ആകുന്നതോട് കൂടിയിട്ട് എന്തായാലും വണ്ടിയുടെ വില കൂടും, അതേപോലെ തന്നെ വണ്ടി ഉണ്ടാക്കാനുള്ള ചിലവും കാര്യങ്ങളൊക്കെ കൂടും. അപ്പോൾ അത്തരത്തിലുള്ള ചില കാരണങ്ങൾ കൊണ്ടാണ് 500 സീരീസ് നിർത്തിയത്. പക്ഷേ പൂർണ്ണമായിട്ട് നിർത്തിയെന്ന് കമ്പനി പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ കൂടുതൽ അപ്ഡേഷൻസോട് കൂടിയിട്ട് പുതുതായിട്ട് ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. ഈ അടുത്ത കാലത്ത് കൂടുതലും കളറിലൊക്കെയാണ് അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ റോയൽ എൻഫീൽഡ് ക്ലാസിക് 350യിൽ കൊടുത്തു തുറന്നത്. ഇപ്പോഴാണ് കാര്യമായിട്ട് അപ്ഡേഷൻ എന്ന് പറയാനുള്ള സംഭവങ്ങൾ ബൈക്കിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് നല്ല കട്ടയ്ക്കാണ്. ഇമ്പീരിയാൽ 400, അതേപോലെ തന്നെ ജാവ 42, അങ്ങനെ ഒരുപാട് ബൈക്കുകൾ പുതുതായിട്ട് വന്നു. ജാവ ക്ലാസിക്. ഇനിയും കാര്യമായിട്ടുള്ള അപ്ഡേഷൻസ് നമുക്ക് റോയൽ എൻഫീൽഡിൻ്റെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാം. ഇനി എന്തായാലും ജസ്റ്റ് വണ്ടി എവിടെയെങ്കിലും നിർത്തിയിട്ട് ഞാൻ വണ്ടിയിൽ വന്നിട്ടുള്ള പുതുതായിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നിലവിൽ ഇതാണ് നമ്മുടെ BS6 എഡിഷൻ റോയൽ എൻഫീൽഡിൻ്റെ ക്ലാസിക് 350 എന്ന് പറയുന്നത്. നിലവിൽ നമുക്ക് പുതുതായിട്ട് 3 കളർ വേരിയേഷനുകളും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. അതിൽ ആദ്യത്തെ എന്ന് പറയുന്നതാണ് ഈ ഒരു ക്രോം കളർ. പിന്നെ രണ്ടാമത്തെ എന്ന് പറയുന്നത് സ്ട്രെൽത്ത് ബ്ലാക്ക്, അതേപോലെ തന്നെ നമുക്കൊരു കളർ വേരിയൻറ്റും കൂടി ഉണ്ട്. അതായത് ഗൺ മെറ്റൽ ഗ്രേ. ആ ഒരു ബൈക്ക് നമുക്കിപ്പോൾ കിട്ടിയില്ല. പിന്നെ എടുത്ത് പറയേണ്ട രണ്ടാമത്തെ ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് തണ്ടർബേർഡ് 350Xന് ശേഷം ഈ ഒരു സെഗ്മെൻറ്റിൽ അലോയ് വീലും അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു മോഡലിലും നമ്മുടെ ഗൺ മെറ്റൽ ഗ്രേയിലും മാത്രമാണ് കേട്ടോ ഈ അലോയും കാര്യങ്ങളൊക്കെ ഉള്ളത്. അലോയ് വീല് വന്നോട് കൂടിയിട്ട് ഈ രണ്ട് മോഡൽസിലും ഇനി മുതൽ ട്യൂബ്ലെസ് ടയേഴ്സ് ആയിരിക്കും. ഇനി നിങ്ങൾക്ക് ട്യൂബ്ലെസ് ടയേഴ്സ് ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് സ്പോക്ക് വീലും കാര്യങ്ങളൊക്കെയാണ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ക്രോം ട്രൈ ചെയ്യാം. ഒരു രക്ഷയില്ലാത്ത ഒരു ലുക്കാണ് കേട്ടോ. ഫുള്ളി ഒരു ഗ്ലാസ് ഫിനിഷോട് കൂടിയിട്ടുള്ള ഒരു വണ്ടി പോലെയൊക്കെയാണ് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ ഇഞ്ചി സൈഡൊന്നും ബ്ലാക്ക് ഒന്നും ആക്കിയിട്ടില്ല കേട്ടോ. അതിൻ്റെ എന്നൊക്കെ പറയുന്നത് പൗഡർ കോട്ടഡ് ആയിട്ടുള്ള ഒരു ബ്ലാക്ക് കളറോട് കൂടിയിട്ടാണ് ഇഞ്ചി സൈഡൊക്കെ വന്നിട്ടുള്ളത്. ഇതിൻ്റെ എന്ന് പറയുന്നത് നോർമൽ നമ്മുടെ ക്ലാസിക് 350 പോലെ തന്നെ ഒരു സിൽവർ കളറിലുള്ള ഒരു നോർമൽ കോട്ടിങ്. ഇനി വന്നിട്ടുള്ള വേറൊരു മാറ്റം എന്ന് പറയുന്നത് ഈ ഒരു മോഡലിൻ്റെയും അതേപോലെ തന്നെ ഗൺ മെറ്റൽ ഗ്രേ എന്ന് പറഞ്ഞിട്ടുള്ള മറ്റേ മോഡലിൻ്റെയും ടയർ സൈസ് അവർ കൂട്ടിയിട്ടുണ്ട്. ഇനി മുതൽ ഈ രണ്ട് ബൈക്കുകളുടെ ടയർ സൈസ് എന്ന് പറയുന്നത് 120, 80, 18 ആയിരിക്കും. ക്രോമിൻ്റെ കാര്യത്തിൽ ടയർ സൈസിൽ വേറെ അപ്ഡേഷൻസ് ഒന്നുമില്ല. 110, 90 തന്നെയാണ് ടയർ സൈസ് വന്നിട്ടുള്ളത്. പിന്നെ എന്ന് പറയുന്നത് വളരെ ചെറിയ ചെറിയ അപ്ഡേഷൻസ് ആണ്. അതിലാദ്യത്തെ എന്ന് പറയുന്നത് സൈലൻസറിൻ്റെ മേളിൽ വരുന്ന ഈ ഒരു മഫ്ലറിൻ്റെ നീളം അവർ കൂട്ടിയിട്ടുണ്ട്. പണ്ടത്തെ എന്ന് പറയുന്നത് ഏകദേശം ഈ ഒരു സൈസ് ആയിരുന്നു. ഇതെന്ന് പറയുന്നത് ഇവിടം വരെ എത്തിയിട്ടുണ്ട് ഇപ്പോൾ പുതിയ മഫ്ലർ. മറ്റേതിൽ സിൽവർ കളറിലും ഇതിൽ ഫുൾ ബ്ലാക്ക് ഫിനിഷിലാണ് സൈലൻസറും മഫ്ലറും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഭാഗത്തെ ലുക്കിലും ചെറിയ തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. റോയൽ എൻഫീൽഡ് ക്ലാസിക് സീരീസ് ബൈക്കുള്ള ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടാകുന്ന ഒരു കംപ്ലൈൻ്റ് ആയിരുന്നു ഈ ഒരു ബ്രേക്ക് ലിവർ ഇപ്പോൾ ചെരിച്ചൊക്കെ കിടത്തുന്ന സമയത്ത് അടിയിൽ പറയണ ആ ഒരു അവസ്ഥ. ഇനി മുതൽ ആ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇത് നല്ലപോലെ തന്നെ ഉള്ളിലേക്ക് മടക്കിയിട്ടാണ് അവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. BS6 ആക്കിയോട് കൂടിയിട്ട് സൈലൻസറിൻ്റെ മേളിലായിട്ട് നമുക്ക് പുതുതായിട്ടൊരു O2 സെൻസറും കൂടെ കാണാം. പുതുതായിട്ട് ഇനി മുതൽ കാണാൻ പറ്റുന്ന ഒരു ഭാഗമാണ് കാറ്റലറ്റിക് കൺവെർട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സെക്ഷൻ. പിന്നെ നമുക്ക് ബാറ്ററിയുടെ ഭാഗത്തും ചെറിയ തരത്തിലുള്ള അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ബാറ്ററിയുടെ പവറും കാര്യങ്ങളൊക്കെ അവർ കൂട്ടിയിട്ടുണ്ട്. ഈ ഒരു ബ്ലാക്ക് എഡിഷൻ എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്ത മാരക ലുക്കാണ് കേട്ടോ. ഇതിൻ്റെ ഗ്രാഫിക്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഒരു ഫുൾ ഡിസൈൻ ആണെങ്കിലും ഒരു രക്ഷയില്ല എന്ന് പറയാം. ടാങ്കിൻ്റെ മുകളിലായിട്ട് ബ്ലാക്കും അതേപോലെ തന്നെ റെഡ് മിക്സ് ആയിട്ടുള്ള ഗ്രാഫിക്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയായിട്ട് റോയൽ എൻഫീൽഡ് എന്ന് എഴുതിയിട്ടുണ്ട്. ക്ലാസിക് 350 എന്ന് പറയുന്നതും ഒരു രക്ഷയില്ലാത്തൊരു ഗ്രാഫിക്സോട് കൂടിയിട്ടാണ്. ഞാൻ ഈ ഒരു ബൈക്കിൻ്റെ ലുക്കിൻ്റെ കാര്യത്തിൽ പൊക്കി പറയണല്ല, ഇത് നേരിട്ട് കാണുന്ന സമയത്ത് എന്തായാലും നിങ്ങൾക്ക് മനസ്സിലാവും. ക്രോമിൻ്റെ ഭാഗത്ത് നോക്കുന്ന സമയത്ത് ആ ബൈക്കിനേക്കാളും ഒരുപാട് ഗ്രാഫിക്സ് ഇതിൽ കൂടുതലായിട്ടാണ് ഫീൽ ചെയ്യണത്. റോയൽ എൻഫീൽഡിൽ നിന്ന് എഴുതിയിട്ടുള്ള ഈ ഒരു ഭാഗം വെച്ചാലും
ടാങ്കിൻ്റെ മുകളിലാണെങ്കിലും കൂടുതൽ ഗ്രാഫിക്സ് ആ ഒരു മോഡലിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിൽ വന്നിട്ടുണ്ട്. പിന്നെ സീറ്റിൻ്റെ കളറിലും ചെറിയ തരത്തിലുള്ള വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അത് ഫുൾ ബ്ലാക്ക് ആയിട്ടാണ് വരുന്നത്. ഇത് വന്നിട്ടുള്ളത് ഒരു ബ്ലാക്കും ഒരു ഗ്രീനും കൂടെ മിക്സ് ചെയ്ത പോലത്തെ ഒരു കളറിലാണ്. പിന്നെ കാർബറേറ്റർ ആയിട്ടുള്ള വണ്ടികളിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു കംപ്ലൈൻ്റ് ആയിരുന്നു, വണ്ടി എങ്ങാനും ചെരിഞ്ഞ് വീണിട്ടുണ്ടെങ്കിൽ നല്ല പോലെ തന്നെ പെട്രോൾ ലീക്കാവും, അതേപോലെ തന്നെ സ്റ്റാർട്ട് ആവാൻ ചെറിയ തരത്തിലുള്ള ബുദ്ധിമുട്ട്. അപ്പോൾ അത്തരത്തിലുള്ള കംപ്ലൈൻറ്റ്സും കാര്യങ്ങളൊന്നും ഫ്യൂൽ ഇഞ്ചക്ഷനോട് കൂടി വരുന്ന പുതിയ BS6 എഡിഷനിൽ ഇനി ഉണ്ടായിരിക്കില്ല. പിന്നെ ക്ലാസിക് 350 ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞിട്ടുള്ള വേറൊരു കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത് തുരുമ്പാണ്. ഇപ്പോൾ ഈ ഒരു ബൈക്ക് എന്ന് പറയുന്നത് ഫുൾ ബ്ലാക്ക് ഫിനിഷ് ആണ്. അപ്പോൾ തുരുമ്പിൻ്റെ ആ ഒരു പ്രശ്നം ഇനി മുതൽ ഉണ്ടായിരിക്കില്ല എന്ന് പ്രതീക്ഷിക്കാം. സസ്പെൻഷൻ്റെ ഭാഗത്തോ ബ്രേക്കിങ്ങിൻ്റെ ഭാഗത്തോ അല്ലെങ്കിൽ ഇപ്പോൾ റൈഡിങ് കംഫർട്ടിൻ്റെ ഭാഗത്തൊന്നും യാതൊരു തരത്തിലുള്ള അപ്ഡേഷൻസ് ഒന്നും വന്നിട്ടില്ല. എഞ്ചിൻ സൈഡിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പവറിലാണ് കുറച്ച് കുറവ് വന്നിട്ടുള്ളത്. മൈലേജിൻ്റെ ആ ഒരു ഭാഗത്ത് നോക്കാൻ ഏകദേശം ഒരു 35 മുതൽ 40 അടുത്താണ് നിലവിൽ ഈ ഒരു ബൈക്കിൻ്റെ മൈലേജ് എന്ന് പറയുന്നത്. BS6 ആക്കിയോട് കൂടിയിട്ട് അത് നല്ല രീതിയിൽ തന്നെ കൂടാനുള്ള സാധ്യത ഉണ്ടെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഇനി പുതുതായിട്ട് വന്നിട്ടുള്ള വേറൊരു കാര്യം എന്ന് പറയുന്നത് വണ്ടിയുടെ വാറണ്ടി 3 വർഷം ആക്കിയിട്ടുണ്ട്. ഇനി മുതൽ 3 വർഷം അല്ലെങ്കിൽ 30,000 കിലോമീറ്റർ വരെയൊക്കെയാണ് വാറണ്ടി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇനി മുതൽ നമുക്ക് 3 വർഷത്തേക്ക് റോഡ് അസിസ്റ്റൻസ് ഉണ്ട്. ഇനി എവിടെയെങ്കിലൊക്കെ വണ്ടി തകരാറായി നിന്നെങ്കിൽ തന്നെ ഷോറൂമിൽ നിന്നുള്ള വണ്ടി വന്നിട്ട് അത് കയറ്റി അവർ തന്നെ കൊണ്ടുപോകും. പിന്നെ സർവീസിനെ കുറിച്ച് പറയാൻ വെച്ചാൽ ഫസ്റ്റ് സർവീസ് 500 കിലോമീറ്ററിലാണ് വന്നിട്ടുള്ളത്. സെക്കൻഡ് സർവീസ് മുതൽ 5000 കിലോമീറ്റർ ഗ്യാപ്പിൽ ഏകദേശം ഒരു 1200-1500 ആ ഒരു റേഞ്ചിലാണ് സർവീസ് കോസ്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ ടാപ്പറ്റ് നോയ്സിനെ കുറിച്ചിട്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ BS6 എഡീഷനിലും ടാപ്പറ്റ് നോയ്സ് കുറഞ്ഞതായിട്ട് എനിക്ക് ഫീൽ ചെയ്യണമെന്നില്ല. അതെന്തായാലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് ഷോറൂമിലത്തെ ആൾക്കാർ പറഞ്ഞത്. അപ്പോൾ ആ ഒരു പ്രോബ്ലം BS6 എഡീഷനിലും കമ്പനി പരിഹരിച്ചിട്ടില്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇനി വന്നിട്ടുള്ള ഏറ്റവും വലിയൊരു അപ്ഡേഷൻ എന്ന് പറയുന്നത് വണ്ടിയുടെ പ്രൈസിലാണ്. ഏകദേശം 11,000 രൂപകളാണ് വണ്ടിയുടെ വിലയിൽ വർദ്ധിച്ചിട്ടുള്ളത്. നിലവിൽ ഈ രണ്ട് മോഡൽസിനും 1,83,000 രൂപയാണ് ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത്. ഗൺമെറ്റൽ ഗ്രേക്ക് 1,71,000. ഇനി ഓൺ റോഡ് പ്രൈസിലേക്ക് പോകുമ്പോൾ ഏകദേശം 2,12,000 രൂപയാണ് ഈ രണ്ട് മോഡൽസിന്റെ വില എന്ന് പറയുന്നത്. മറ്റേ മോഡലിന് 1,98. ഇപ്പോൾ കാർബറേറ്റർ മാറ്റോട് കൂടിയിട്ട് ഇനി ടൂഡിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വണ്ടികൾ നടക്കില്ല. പക്ഷെ ഫ്യൂൽ ഇഞ്ചക്ഷൻ വന്നോട് കൂടിയിട്ട് വണ്ടിയുടെ മൈലേജിലൊക്കെ നല്ല തരത്തിലുള്ള വ്യത്യാസം വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് ട്യൂബ്ലെസ് ടയേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇനി പഞ്ചറിനെ കുറിച്ചിട്ട് ടെൻഷനൊന്നും വേണ്ട. എത്ര ലോങ് വേണമെങ്കിൽ നമുക്ക് പഞ്ചറിനെ പേടിക്കാണ്ട് വണ്ടി കൊണ്ടുപോകാം. പിന്നെ ചെറിയൊരു മാറ്റം കൂടെ വന്നിട്ടുണ്ട്. BS6 എഡീഷൻ മുതൽ നമുക്ക് വണ്ടിയിൽ ഒരു സ്പാർക്ക് പ്ലഗ് മാത്രമാണ് കാണാൻ കഴിയുക. അതായത് പണ്ടത്തെ എഡീഷനിൽ ഇവിടെയും കൂടെ ഒരെണ്ണം ഉണ്ടായിരുന്നു. ഇനി മുതൽ അത് ഉണ്ടായിരിക്കില്ല. പിന്നെ ടയറിൻ്റെ ബ്രാൻഡിൻ്റെ ഭാഗത്തും വേറെ മാറ്റങ്ങളൊന്നുമില്ല. MRF തന്നെയാണ് സ്റ്റോക്ക് ടയേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ വണ്ടിയുടെ സൗണ്ടിൽ ചെറിയ തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ട് എന്നാണ് പറഞ്ഞത്. അതെന്തായാലും ജസ്റ്റ് ഞാൻ കേൾപ്പിച്ചുതരാം. ചെറിയ തരത്തിൽ ആ ഒരു പൊട്ടലില്ലേ, ടക്ക് ടക്ക് ടക്ക്, അത് കുറഞ്ഞ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. നിങ്ങളെന്തായാലും ജസ്റ്റ് കേട്ടിട്ടൊന്ന് നോക്കി നോക്കാം. മീറ്ററിലൊക്കെ ചെറിയ തരത്തിൽ ആ ഒരു ഫ്യൂൽ ഗേജിൻ്റെ അപ്ഡേഷനൊക്കെ പ്രതീക്ഷിച്ചാണ്. പക്ഷെ നമുക്ക് ഈ ഒരു എഡീഷനിലും അത് വന്നിട്ടില്ല. അപ്പോൾ നിലവിൽ മാർക്കറ്റിൽ ടഫ് കോമ്പറ്റീഷൻ ആയിരിക്കണം ഈ ഒരു സമയത്ത് ഇത്രത്തോളം അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെയാണ് പുതിയ മോഡൽ BS6 എഡീഷൻ ക്ലാസിക് 350 കമ്പനി കൊണ്ടുവന്നിട്ടുള്ളത്. വളരെ നല്ല അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെയാണ്. ഇത്രയും ടഫ് കോമ്പറ്റീഷൻ ആയിട്ടും റോയൽ എൻഫീൽഡിൻ്റെ ക്ലാസിക് സീരീസിൻ്റെ സെയിലിന് യാതൊരു തരത്തിലുള്ള വ്യത്യാസങ്ങളും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോഴും കാർട്ടാക്കി നല്ലപോലെ തന്നെ സെയിലായിക്കൊണ്ടിരിക്കുന്ന ഒരു ക്ലാസിക് സീരീസ് ബൈക്കും കൂടിയാണ് നമ്മുടെ ക്ലാസിക് 350 എന്ന് പറയുന്നത്. അപ്പോൾ പുതുതായിട്ട് ക്ലാസിക് സീരീസ് ബൈക്കൊക്കെ വാങ്ങണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്ന ആൾക്കാർക്ക് ഈ അപ്ഡേഷൻസ് ഒക്കെ വളരെ നല്ല ഉപകാരപ്രദമാകുന്നു തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം എന്ന് പറയുന്നത്. അപ്പോൾ നിലവിലെ ക്ലാസിക് 350 BS6 എഡീഷനെ കുറിച്ചിട്ട് ഇത്ര ഡീറ്റെയിൽസ് ആണ് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ. അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാണ്ടൊരു ലൈക്ക് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിലാണ്.